സ്വതന്ത്രമായി ചിന്തിച്ചു എന്നതിന്റെ പേരിൽ ഒരാളെ പച്ചയ്ക്ക് കത്തിച്ച് കൊല്ലുക എന്ന് കേട്ടിട്ടുണ്ടോ? പ്രപഞ്ചം അനന്തമാണെന്നും ഭൂമിക്ക് ചുറ്റും സൂര്യനല്ല മറിച്ച് സൂര്യന് ചുറ്റും ഭൂമിയാണ് കറങ്ങുന്നതെന്നും എന്നൊക്കെ പറഞ്ഞതിന് ഒരാളെ പച്ചയ്ക്ക് കത്തിച്ച് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം 7 ദിവസം കൊണ്ടൊക്കെ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയെന്ന് വിശ്വസിച്ച് ഇന്നും ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ 1600 കാലഘട്ടങ്ങളിൽ ജിയോർഡാനോ ബ്രൂണോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് വേറിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഒരു ഡൊമിനിക്കൻ പ്രീസ്റ്റ് ആയിരുന്നിട്ട് കൂടിയും അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം സറണ്ടർ ചെയ്തില്ല. അദ്ദേഹത്തിന്റെ സ്വതന്ത്ര ചിന്തകൾ 8 വർഷത്തെ നീണ്ടു നിന്ന പ്രോസിക്യൂഷനാണ് അദ്ദേഹം നേരിട്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതായത് ബുക്ക് ഓഫ് ജനസിസിൽ പറയുന്ന ഒറിജിൻ തിയറീസ് എല്ലാം അദ്ദേഹം ഡിഫൈ ചെയ്തു. 7 ദിവസം കൊണ്ട് ദൈവം ഈ ഭൂമിയെ അങ്ങ് സൃഷ്ടിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും സൃഷ്ടിക്കാൻ പറ്റുന്നതല്ല, കാരണം ഇത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തു. അദ്ദേഹം ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നത്തെ ശാസ്ത്രം തെളിയിച്ച ഈ കാര്യങ്ങളൊക്കെ അന്നത്തെ മതമേലാധികാരികളെ ഇതൊക്കെ ഭയപ്പെടുത്തി. കാരണം ബൈബിളിൽ പറയുന്ന സൃഷ്ടിപ്പ് കഥകളൊക്കെ ഫേക്ക് ആണെന്ന് ജനങ്ങൾ അറിയത്തില്ലേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരുടെ അധികാരത്തിന്റെ അടിത്തറ ഇളകും എന്ന് അവർക്ക് അറിയായിരുന്നു. 1600 വരെ നീണ്ട 8 വർഷത്തെ പ്രോസിക്യൂഷന് ശേഷം അദ്ദേഹത്തെ അൺഓർത്തഡോക്സ് ആയിട്ട് ചിന്തിച്ചതിന്റെ പേരിൽ ക്രിസ്ത്യൻ സഭ, റോമിലുണ്ടായിരുന്ന സഭ അദ്ദേഹത്തെ പച്ചയ്ക്ക് കത്തിച്ചൊല്ലാൻ വിധിക്കുകയാണ്. താൻ പറഞ്ഞ ശാസ്ത്ര സത്യങ്ങൾ തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വെറുതെ വിടാമെന്ന് പറഞ്ഞത് അദ്ദേഹം പുച്ഛിച്ചു തള്ളി. അദ്ദേഹത്തിന്റെ സ്വതന്ത്ര ചിന്ത, അദ്ദേഹത്തിന്റെ തിയറീസിന് അയാൾ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുമ്പം അദ്ദേഹം ഈ ശിക്ഷ വിധിച്ചവരുടെ മുഖത്ത് നോക്കിയ ഒരു കാര്യം പറയുന്നുണ്ട്: എന്നെ ഇപ്പം ശിക്ഷ വിധിക്കുമ്പോൾ എന്നെക്കാളിലും പേടി ഇത് വിധിക്കുന്ന നിങ്ങൾക്കാണ് എന്ന്. അദ്ദേഹത്തെ തെരുവിലൂടെ കൊണ്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ ഇരുമ്പ് വെച്ചിട്ട് ഘടിപ്പിച്ചിരുന്നു. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും വേറെ ആരുടെങ്കിലും പറയാതിരിക്കാൻ വേണ്ടി. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ്. പ്രപഞ്ചം അനന്തമാണെന്നും സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ടെന്നും ഇന്നും ഇറ്റലിയിൽ ആ സെയിം സ്ഥലത്ത് വത്തിക്കാനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ബ്രൂണോയുടെ ഒരു വെങ്കല പ്രതിമയുണ്ട്. മതചിന്തകളെക്കാട്ടിലും അന്ധവിശ്വാസങ്ങളെക്കാട്ടിലും വലുതാണ് ചോദ്യം ചെയ്യാനുള്ള മനുഷ്യൻ്റെ യുക്തിബോധം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്